ഹായ് ഫ്രണ്ട്സ്, നാം വീട് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് അടുക്കള. വീട്ടമ്മമാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണത്. നമ്മുടെ പ്ലാൻ ഡിസൈൻ ചെയ്തു വരുമ്പോൾ അതിൽ പലതരത്തിലെ ഓരോരുത്തരുടെ വീടിൻ്റെയും പ്ലാനിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ കിച്ചൺ സെറ്റിങ്സ് വരുന്നുണ്ടാവുക. ചിലപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ലഭിക്കാം, റെക്റ്റാങ്കിൾ തന്നെ നീളത്തിൽ കൂടി വീതിയിൽ കുറഞ്ഞ് ലഭിക്കാം, സ്ക്വയറായി കിട്ടാം. അങ്ങനെ പല രീതിയിലും നമുക്ക് കിച്ചൺ ഡിസൈൻ ചെയ്തു വരുമ്പോൾ പ്ലാനിൽ വരുന്നതായിട്ട് കാണാം. എന്തു തന്നെ ആയാലും അത് വൃത്തിയായി ഭംഗിയായി അറേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. അടുക്കളയിൽ സൂര്യപ്രകാശം ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യവും അത് തന്നെയായിരിക്കും. വെളിച്ചവും കാറ്റും മതിയായ രീതിയിൽ ലഭിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. ചിലർ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അടുക്കള മുൻഭാഗത്ത് ലഭിച്ചാൽ വളരെ നന്നായിരിക്കും. അതിനൊരു കാരണം പറയുന്നത്, വീട്ടിൽ വരികയോ മറ്റോ ചെയ്താൽ പെട്ടെന്ന് അവർക്ക് കാണാൻ ഒരു ജനലെങ്കിലും പുറത്തോട്ട് വെക്കുന്ന രീതിയിൽ വെച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് പലരും സജസ്റ്റ് ചെയ്യാറുണ്ട്. കിട്ടുന്ന ഭാഗങ്ങളിൽ അവർക്ക് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നുണ്ടാവും. ഇന്നത്തെ കൺസെപ്റ്റ് അനുസരിച്ച് അടുക്കളയുടെ കൺസെപ്റ്റ് തന്നെ, കിച്ചന്റെ കൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുകയാണ്. ഓപ്പൺ കിച്ചൺ, ഐലൻഡ് കിച്ചൺ, പിന്നെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്യുക എന്നിങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം വളരെ പുതിയ ഒരു തലമുറയുടെ ആവശ്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഇവയെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും, മൂടി പിടിപ്പിക്കാൻ പറ്റും എന്നിവയെല്ലാം നോക്കി വേണം നമുക്ക് കിച്ചൺ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, വളരെ ശുഷ്കിച്ച് കാണുന്ന ഒരു സാധനമാണ് പണ്ട് കാലത്ത് നമ്മുടെ അടുക്കളയിൽ നിന്നുമെല്ലാം അകത്തു നിന്ന് തന്നെ വെള്ളം കോരുന്ന ഒരു സമ്പ്രദായം വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. മുഴുവനായും നമ്മുടെ കൺസെപ്റ്റിൽ നിന്നും അത് മാറിയിട്ടില്ല. നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി ചിലരെല്ലാം അത് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം എടുക്കുന്നതിന് മോട്ടോർ സർവ്വസാധാരണമായതോടുകൂടി ആ കൺസെപ്റ്റുകളെല്ലാം പുതിയ തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ പുതിയ അടുക്കളയുടെ രീതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമുക്ക് ഒരു ട്രയാങ്കിൾ, വർക്കിംഗ് ട്രയാങ്കിൾ, ഫ്രിഡ്ജ്, സിങ്ക്, അടുപ്പ്, ആ ഒരു വർക്കിംഗ് ട്രയാങ്കിൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് അടുക്കളയുടെ യൂട്ടിലിറ്റി കൂടുതൽ ലഭിക്കുന്നുണ്ടാവുക. മാത്രമല്ല, ഇന്ന് അടുക്കളകൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഉപയോഗിക്കാവുന്ന ആക്സറീസ് വളരെയധികം ലഭ്യമാണ്. നമുക്ക് ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്യാം. ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് അതിനകത്ത് ലഭിക്കുന്നുണ്ടാവും. മറ്റൊരു ആക്സറീസ് ആണ് ഡി ട്രേകൾ. കോർണറിൽ വരുന്ന ഭാഗങ്ങളിൽ ഡി ട്രേകൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോർണർ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്രദമാക്കാൻ സാധിക്കുന്നുണ്ട്. അടുക്കളകൾ സെറ്റ് ചെയ്യുമ്പോൾ നാം ആക്സറീസുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നാം കബോർഡിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ താഴെയുള്ള കൗണ്ടറുകൾ സെറ്റ് ചെയ്യുമ്പോൾ വീട്ടമ്മമാരുടെ സൗകര്യപ്രദമായ ഒരു ഹൈറ്റ്, എന്നാലോ ബിലോ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഹൈറ്റിൽ നിന്നും, സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ നിന്നും നമ്മൾ ഒരുപാട് താഴത്തേക്ക് പോകാൻ പാടില്ല. കബോർഡുകളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടായി തീരും. സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ തന്നെ നമുക്ക് 1-2 സെന്റിമീറ്റർ നമ്മുടെ വീട്ടമ്മമാരുടെ ഉപയോഗങ്ങൾ താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അടുക്കളകളിൽ കിച്ചൺ വിൻഡോകൾ സെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ താഴത്തെ കൗണ്ടറിൽ നിന്നും കുറച്ച് മുകളിലേക്കായി ത്രൂ ഔട്ട് ഒരു വിൻഡോ സെറ്റ് ചെയ്യുകയും, ചെറിയൊരു വിൻഡോ പോലെ സെറ്റ് ചെയ്യുകയും അതിൻ്റെ മുകളിലായി ത്രൂ ഔട്ട് നമുക്ക് കബോർഡ് ലഭിക്കാവുന്ന രീതിയിൽ നമുക്ക് വിൻഡോകൾ അറേഞ്ച് ചെയ്യുകയും ചെയ്താൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ലഭിക്കാൻ സാധിക്കും. നമ്മൾ ആക്സറീസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേറ്റ് ട്രേ, കട്ട്ലറി, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ടോൾ യൂണിറ്റ്, പുൾ ഔട്ട്സുകൾ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്ത് കബോർഡ് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യാനും സ്റ്റോറേജ് സ്പേസ് കൂടുതൽ ലഭിക്കുന്ന രീതിയിൽ ഒരുക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ വയ്ക്കുന്ന ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഗ്ലാസുകൾ കൊടുത്താൽ ക്രോക്കറി യൂണിറ്റ് പോലെയായി നമുക്ക് സ്ഥിരം ഉപയോഗിക്കാവുന്ന സാധനങ്ങളും, അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എളുപ്പം ലഭിക്കാവുന്ന രീതിയിലും കാണാവുന്ന രീതിയിലും അറേഞ്ച് ചെയ്യാനായിട്ട് 2-3 കബോർഡുകൾക്കെല്ലാം ഗ്ലാസുകൾ കൊടുത്താൽ വളരെ മനോഹരമാണ്. മാത്രമല്ല, മറ്റൊരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ കിച്ചണിൽ ഡോറുകൾ തുറക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ കിച്ചൺ കബോർഡുകളുടെ
ടോപ്പിൽ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഡോറുകൾ തുറക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഷട്ടർ ടൈപ്പ് ആയിട്ടുള്ള ഷട്ടേഴ്സ് നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ആ കിച്ചൺ സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അറേഞ്ച്മെന്റ്സ് ആണ്. നമുക്ക് അതിലൊരു ഓവൻ സെറ്റ് ചെയ്യാം, ഒരു മിക്സിക്കുള്ള അല്ലെങ്കിൽ ഒരു ജ്യൂസറിനുള്ള സ്പേസ് കണ്ടെത്താം. ഇവയെല്ലാം അതാത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് അതിന് കൊടുത്താൽ മാത്രമാണ് നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ നമുക്ക് അടുക്കളകളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകൾ സെറ്റ് ചെയ്യാം. ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകളുടെ അടിഭാഗത്തായിട്ട് നമുക്ക് കബോർഡ്സ് ലഭിക്കും. അവിടെയും നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ആക്സറീസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളികളെല്ലാം സൂക്ഷിക്കാനായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ട്രേകൾ ഇന്ന് അവൈലബിൾ ആണ്. ആ രീതിയിൽ കൊടുത്താൽ എയർ സർക്കുലേഷൻ ലഭിക്കുന്ന രീതിയിൽ അവയെ സൂക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം നമ്മൾ കിച്ചൺ വളരെ ഭംഗിയായി സെറ്റ് ചെയ്തെടുത്താൽ എത്ര ചെറിയ കിച്ചൺ ആയാലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിനുള്ള ഒരു സ്ഥലം നമ്മൾ ഏത് രീതിയിലുള്ള എത്ര വലിപ്പത്തിലുള്ള ഫ്രിഡ്ജാണോ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനറുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുക്കളയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനർക്ക് അതിനെല്ലാം ഒരു സ്പേസ് കണ്ടെത്താനും അതിനനുസരിച്ച് കബോർഡുകളും അടുക്കളയും മനോഹരമാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയോട് ചേർന്ന് നമുക്ക് ഒരു ഫയർ കിച്ചൺ വേണമെന്നുള്ളവർക്കുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. രണ്ടും ഫയർ കിച്ചണും അതുപോലെ തന്നെ ഗ്യാസ് കിച്ചണും ഒരുമിച്ച് സെറ്റ് ചെയ്താൽ അത് ചില രീതിയിൽ ബുദ്ധിമുട്ടായി മാറാറുണ്ട്. എന്നാൽ രണ്ടും ഒന്നിച്ച് വേണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. അത് അതുപോലെ യൂസ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് അതിനെ വൃത്തിയാക്കി മനോഹരമാക്കി കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. ഇതിലെല്ലാം പ്രധാനം നാം അടുക്കള എങ്ങനെയെല്ലാം സെറ്റ് ചെയ്തോ അത് എങ്ങനെയാണ് നമ്മളത് കൊണ്ടു നടക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ അത് ഭംഗിയായിരിക്കും. അടുക്കളയിൽ തന്നെ മറ്റൊരു കൺസെപ്റ്റ് ആണ് നമുക്കൊരു അടുക്കള തോട്ടങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അടുക്കളയുടെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അടുക്കള തോട്ടങ്ങൾ, പച്ചക്കറിക്കായിട്ടുള്ള തോട്ടങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അത് നമ്മൾ വിൽക്കുന്നതിനോ അത് വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നുമല്ല, അത് നമുക്കൊരു ഭംഗിക്കും നമ്മുടെ ഒരു മനസ്സുഖത്തിനും വേണ്ടി മാത്രമാണ് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ളവ മാത്രം ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനൊരു റിലാക്സേഷൻ തരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കൺസെപ്റ്റ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ എല്ലാം നോക്കിയാണ് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്, പുതിയ ഫുഡുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു മൊബൈൽ വെക്കാനുള്ള, അതായത് മൊബൈലിലും യൂട്യൂബ് കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള, അപ്പോൾ മൊബൈൽ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് നാം അതിൽ കാണുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല നമുക്ക് കട്ടിംഗ് ഏരിയയുടെ അടുത്ത് നമ്മൾ വെജിറ്റബിൾസ് അതെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ടിംഗ് ഏരിയയുടെ അടുത്ത് ചെറിയൊരു രീതിയിലുള്ള ഒരു സീറ്റിംഗ്, അതായത് ജസ്റ്റ് ഒന്ന് നമുക്ക് വീട്ടമ്മയ്ക്കോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് ഡ്രോയിങ് റൂമിലോ അല്ലെങ്കിൽ ഫാമിലി ലിവിങ്ങിലോ പോയി ഇരിക്കാതെ തന്നെ അടുക്കളയിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാം, അത്രമാത്രം. അങ്ങനെയുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്താൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത്രയൊക്കെയാണ് നാം അടുക്കളകൾ സെറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. നമുക്ക് 2-3 രീതിയിൽ അടുക്കളകൾ സെറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. പിന്നെ ലെങ്ത് കൂടിയിട്ടുള്ള അടുക്കളയാണ് നമുക്ക് സ്പേസ് ലഭിക്കുന്നെങ്കിൽ അവിടെ നമുക്ക് പാരൽ കിച്ചൺ സെറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെ നിന്നും വിട്ടു കഴിഞ്ഞാൽ പാരൽ കിച്ചൺ ആയിരിക്കും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. അതിന്റെ 2 ഭാഗത്തായിട്ടും ഫുൾ ഷെൽഫ് കൊടുക്കുന്നുണ്ടായിരിക്കും. സെന്ററിലായിരിക്കും ഔട്ടറിലേക്കും ഇന്നറിലേക്കുള്ള ഡോറുകൾ വരുന്നത്. ആ 2 ഷെൽഫിലായിരിക്കും വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, ഓവൻ എല്ലാം അവർ അറേഞ്ച് ചെയ്ത് ഫുൾ സെറ്റ് ആയിരിക്കുന്നത്. അത് വളരെ മനോഹരമായ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ അടുക്കളയിൽ ലഭിക്കും. ചുരുങ്ങിയ സ്ഥലം കൊണ്ട് കൂടുതൽ സ്റ്റോറേജ് ലഭിക്കുകയും ചെയ്യും. അടുക്കള നന്നായി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് കിച്ചണുകൾ സെറ്റ് ചെയ്ത് നോക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ട് അടുക്കള വന്നാൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കാണാം. പാരൽ കിച്ചൺ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് കാണാം. ഈ ആക്സറീസ് നമുക്ക് ടോൾ യൂണിറ്റ്, കട്ട്ലറി യൂണിറ്റ്, പുൾ ഔട്ട്സ്,
പ്ലേറ്റ് ട്രേ എന്നിവയെല്ലാം എന്താണെന്ന് നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് നമുക്ക് മനോഹരമായി അടുക്കളയിൽ പറഞ്ഞ് ചെയ്യിച്ചെടുത്താൽ ഏറ്റവും ചെറിയ അടുക്കള പോലും ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമസ്കാരം.